ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെയും വരാനിരിക്കുന്ന അതായത് അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമാണ് പറയാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ നാളത്തേതും ഇനി വരാനിരിക്കുന്നതുമായ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ ഏതായാലും നമ്മുടെ നയന വന്നിരിക്കുകയാണ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ദേവയാനിയുടെ ഗ്രൂപ്പുമായിട്ട് സാമ്യമുള്ളതല്ല, ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയന തയ്യാറായിട്ട് എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ ആദർശിനുള്ളത്. കാരണം ഇതുമൂലമെങ്കിലും ദേവയാനിയുടെ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറൂല്ലോ നയനയോട് എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അങ്ങനെ മാറണമല്ലോ. കാരണം തന്റെ ജീവൻ രക്ഷിക്കുന്നത് നയനയാകുമ്പോൾ അങ്ങനെ മാറിയില്ലെങ്കിൽ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ദേവയാനിയുടെ സ്വഭാവം ആയതുകൊണ്ട് അത് മാറുമോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ദേവയാനി ഒരിക്കലും നയനയെ മരുമകളായിട്ട് അംഗീകരിക്കില്ല, താൻ മരിച്ചു പോയാലും മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇനിയിപ്പം ജീവൻ രക്ഷിച്ചാലും നമ്മുടെ ദേവയാനി മാറുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. പക്ഷെ ഇല്ല, അങ്ങനെയല്ല. നമ്മുടെ ദേവയാനിനെ ഒന്ന് കബളിപ്പിക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ. കാരണം അനാമികയാണ് ബ്ലഡ് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി അനാമിക കുറെ ശ്രമങ്ങളൊക്കെ നടത്തുമെങ്കിലും ആ ഒരു ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. നയനയാണ് തനിക്ക് ജീവിതവും ജീവനുമൊക്കെ നൽകിയത് എന്ന് ദേവയാനി അറിയുമ്പോൾ ദേവയാനി നയനയെ സ്നേഹിക്കാൻ തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. ഇന്ന് അവസാനമായിട്ട് കണ്ട ഭാഗം മുതൽ ഞാനങ്ങ് പറഞ്ഞു തുടങ്ങാം. അങ്ങനെ ഇന്ന് അവസാനമായിട്ട് കണ്ടത് അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ ആദർശിനോട് നയന തന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ഇതെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പോകാമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ആദർശിന്. അത് വേറെ ഒന്നുമല്ല ആദർശിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ദേവയാനി നയനെ ഇനിയെങ്കിലും മരുമകളായിട്ട് അംഗീകരിക്കണം, എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത എൻ്റെ അമ്മ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദർശും നയനയും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ അനാമികയുണ്ട്, അനാമികയുടെ അമ്മയായ രേവതിയുണ്ട്. അപ്പം പെട്ടെന്ന് നയനയെ കണ്ടതും ഇങ്ങ് വന്നില്ല. ഇങ്ങ് വന്നിട്ട് അനാമിക പറഞ്ഞു, ഇവളോടാരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അല്ല, ആദർശേട്ടൻ ഇവളെയും കൂട്ടി എങ്ങോട്ടേക്കാ പോകുന്നത്? അകത്തേക്ക് പോകാനാണോ ആദർശേട്ടന്റെ പ്ലാന്? എങ്കിലേ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവളെ അകത്തേക്ക് വിടരുതെന്ന, ഇവളുടെ മുഖം കാണുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന. ഇപ്പൊ എന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇവൾ അങ്ങാണം വെളിയിൽ നിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അകത്തേക്ക് വിടരുത് എന്ന് പറയണമെന്ന്. അതുകൊണ്ട് ദേവി ഇത് ഇവൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്, ഞാനിവിടെ അമ്മേനെ നോക്കിക്കൊണ്ട് നിന്നോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കോ ആദർശ്, നീ എന്താ പറഞ്ഞത്? നയനെ അകത്തേക്ക് കയറ്റി വിടരുതെന്നോ? അതെ, നയനെ അകത്തേക്ക് കയറ്റി വിടേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ നയനെ അകത്തേക്ക് കയറ്റി വിടുന്നെന്ന് പറഞ്ഞു. എന്താവശ്യം? അല്ല, നയനി ഇനിയിപ്പം ഇവിടെ വന്നിട്ട് എന്താവശ്യമുള്ളത്? അതുകൊണ്ട് നയനെ അകത്തേക്ക് കയറ്റി വിടണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങ് വന്നു കേട്ടോ. അനി ഇങ്ങ് വന്നിട്ട്, അല്ല നീ എന്താ പറയുന്നത്? നിന്റെ വല്യമ്മ? അല്ല, നിന്റെ വല്യമ്മയാണെങ്കിലേ നീ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകണ്ടായിരുന്നോ? നീ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിനക്ക് വല്യമ്മയോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ അമ്മയെക്കാളും സ്നേഹമാണ് എന്നൊക്കെ. എന്നിട്ട് എന്ത് പറ്റി നിനക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തത്? അല്ല, നിന്റെ അച്ഛൻ ആരെയും കണ്ട് ബ്ലഡ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. അല്ല, തേടി തേടി മടുത്തോ? കിട്ടിയില്ലേ? എന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നയനയിടത്ത് ഇപ്പം വന്ന് നിൽക്കുന്നതേ എന്തിനാണെന്ന് നിനക്കറിയാമോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനാമിക ഒന്ന് ഇങ്ങനെ പതുങ്ങി കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പോഴത്തേക്കും അനിയോട് പറഞ്ഞു, ദേ അനി, എന്നോടുള്ള ദേഷ്യം അത് വല്യമ്മയോട് തീർക്കരുത്. വല്യമ്മ ഇപ്പം ജീവനോട് മല്ലടിക്കുമ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്തു കൊടുക്കാതിരുന്നാലേ എൻ്റെ വല്യമ്മയുടെ ജീവൻ തന്നെയാ പോകാൻ പോകുന്നത്. ഇപ്പം നയനടുത്ത് ഇവിടെ വന്നത് വല്യമ്മയ്ക്ക് രക്തം കൊടുക്കാനാന്ന് പറഞ്ഞു. ഇത് കേട്ടതും അനാമിക അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. അനാമിക ചോദിച്ചു, രക്തം കൊടുക്കാനോ? അതിന് ഇവളുടെ ആ ബ്ലഡ് ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചപ്പം, അതെ, ഏടത്തിയുടെ ആ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാ. അതുകൊണ്ട് ഏടത്തിയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആദർശം പറഞ്ഞു, അതെ, എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യയായ നയനയാ. ഇവള് എൻ്റെ വല്യമ്മേനെ കൊല്ലാൻ ശ്രമിച്ചവളാ. ഇവളുടെ ബ്ലഡാണോ കൊടുക്കാൻ പോകുന്നത്? ഇവളുടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മയ്ക്ക് ഇനി ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ജയൻ ഇങ്ങോട്ട് വന്നു. ജയൻ കുറേ നേരം കേട്ട് സഹിച്ചു നിന്നു. ജയൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അനാമികേ, ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ അനാമിക ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ അനാമിക ഇറങ്ങിപ്പോക്കോണം. അനാമികയല്ല, രേവതിനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോക്കോ.
ഇവിടെ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അല്ല, ഇത്രയും നേരം ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിന്ന് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ നയനമോളുടെ ബ്ലഡ് കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യയുടെ ദുഷ്ചിന്തയുണ്ട്. അവളുടെ ശരീരത്തിലൂടുന്ന ബ്ലഡിലെ കുറച്ച് ദുഷ്ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ ദുഷ്ചിന്തകളൊക്കെ പോയിട്ട് നല്ല ശുദ്ധമായ രക്തം തന്നെയാണ് നയനയിൽ നിന്ന് അനാമികയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് മാറിപ്പോകാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അനാമിക അവിടെ നിന്ന് പോവുക. ഏതായാലും ഈ സമയം ഡോക്ടറിനെ കാണാൻ വേണ്ടി നയന കയറുകയും അതിനോടൊപ്പം തന്നെ ഡോക്ടർ എല്ലാ സജ്ജീകരണം ചെയ്യുകയും അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് രേവതി അനാമിക അങ്ങ് പോയല്ലോ. അങ്ങനെ രേവതി പറഞ്ഞു അനാമികയോട്, നീ എന്ത് പരിപാടിയാടി കാണിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോടി? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് ബ്ലഡ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പം അവളുടെ ബ്ലഡ് കയറ്റേണ്ടി വരുമായിരുന്നോ? ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ വല്ലതും നടക്കുമോ എന്നൊക്കെ ചോദിച്ച് അനാമികനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. കാരണം അനാമിക ഒട്ടും പ്രതീക്ഷിച്ചില്ല നയനയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുമെന്നോ നയന കൊടുക്കുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ ഏതായാലും ബ്ലഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പുറത്ത് നിന്ന് നമ്മുടെ ആദർശ് പറയുകയാണ്, ജയനോടും അനിയോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇനിയെങ്കിലും എൻ്റെ ഭാര്യയുടെ ആ ഒരു മനസ്സറിഞ്ഞാൽ മതിയായിരുന്നു അച്ഛാ. നമ്മുടെ നയന നല്ലവളാണെന്നും നയന ഒരിക്കലും അമ്മയ്ക്ക് എതിരല്ലെന്നും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമകളാണെന്നും ആത്മാർത്ഥമുള്ള ഒരു മരുമകളാണെന്നൊക്കെ അറിഞ്ഞാൽ മതിയായിരുന്നു. ഇനിയെങ്കിലും എൻ്റെ ഭാര്യനെ ഒന്ന് മനസ്സിലാക്കി മരുമകളായി അംഗീകരിച്ചാൽ മതിയായിരുന്നു. മകളായിട്ടൊന്നും അംഗീകരിക്കണ്ട, മരുമകളായിട്ട് ആ ഒരു ഇതിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയം പറയും, ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങളാ മോനെ. കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, അവളെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്ന, അവള് കാണാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് നയന. അവളെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുന്ന നയനയോടാണ്. ആ നയന തന്നെ ഇപ്പം അവളുടെ ജീവൻ രക്ഷിക്കാൻ വരേണ്ടി വന്നില്ലേ? അത് ദൈവത്തിന്റെ ഓരോ നിമിത്തങ്ങൾ തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഈ വൃശ്ചിക കാലത്ത് നമ്മൾ മാലയിട്ട ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിൽ അത് വേറൊന്നുമല്ല, അത് ദൈവത്തിന്റെ ഓരോരോ കളികൾ തന്നെയാണ്. അവളുടെ അഹങ്കാരം തീർക്കുവാനുള്ളതും അവളുടെ മനസ്സ് മാറ്റുവാനുള്ള കളികളൊക്കെ തന്നെയാണെന്ന് ഇങ്ങനെ ആദർശിനോട് ജയം പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അനിയും പറയുന്നുണ്ട്, ഏതായാലും നന്നായി. ഇനിയിപ്പം നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യം ആദർശേട്ടാ ഞാൻ പറയുന്നത്. പക്ഷെ ഇതിലൂടെ വല്യമ്മ മാറുവാണെങ്കിൽ അത് വലിയ നല്ലൊരു കാര്യം തന്നെയല്ലേ. വല്യമ്മ ഇതിലൂടെ മാറുവാണെങ്കിൽ ഇനിയിപ്പോൾ അനാമികയുടെ ബ്ലഡും കൊടുക്കാത്തത് നന്നായി. ഇനിയിപ്പോൾ അനാമികയുടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്യമ്മയുടെ ബ്ലഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഇതേ സമയം നമ്മുടെ അനന്തപുരി കാണിക്കുകയാണ്. അപ്പൊ അനന്തപുരിയിലും അവിടെ എല്ലാവരും അറിഞ്ഞു രക്തം കൊടുത്തത് നമ്മുടെ നയന തന്നെയാണെന്ന്. ഇതറിഞ്ഞതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആർക്ക്? മുത്തശ്ശനും മൂർത്തിക്കും. അങ്ങനെ നവ്യ വന്നാണ് ഓടി വന്ന് പറയുന്നത്, മുത്തശ്ശ നമ്മുടെ വല്യമ്മയ്ക്ക് രക്തം കൊടുത്തത് നയനേച്ചിയാണ്. നയനേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പും ആയിരുന്നു വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് നയനേച്ചിയാണ് രക്തം കൊടുത്തത്. അനാമിക രക്തം കൊടുക്കാൻ തയ്യാറായില്ല. അവൾ അവിടെ വന്നിട്ട് രക്തം കൊടുക്കാതെ തിരിച്ചു പോവുക ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മൂർത്തി പറയാണ്, എനിക്കറിയായിരുന്നു, അല്ലെങ്കിൽ അവള് രക്തം കൊടുക്കാൻ പോകുന്നില്ല എന്ന്. ഏതായാലും എൻ്റെ നയനമോള് രക്തം കൊടുത്തല്ലോ, ഇനിയെങ്കിലും നയനമോളെ അറിഞ്ഞാൽ മതിയായിരുന്നു. നയനമോളുടെ നന്മ അവൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുമാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രാർത്ഥന. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവള് എല്ലാ കുറ്റങ്ങളും കണ്ടെത്തി പിടിച്ചോണ്ടിരുന്നില്ലേ, നയനമോൾ അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും അവള് കള്ളിയാണെന്നും അവള് മുഖം മറച്ചാണ് കല്യാണം നടത്തിയതെന്നും ഒക്കെ. പക്ഷെ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് ഇനി നയനയുടെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാൻ പോകുന്നത് ദേവയാനി. ഇനി ദേവയാനി നയനെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരനായിട്ട് തന്നെയാ ഇതൊക്കെ വരുത്തി വെച്ചത്, ഇതൊക്കെ ഇങ്ങനെയാക്കി തീർത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഈശ്വരനായിട്ട് ഇങ്ങനെയാക്കി തീർത്തൊന്നും അല്ല മുത്തശ്ശ, ഇത് നടപ്പിലാക്കിയത് വേറെ ആരുമല്ല. ഇത് ഒന്നെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്, എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് മുത്തശ്ശ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊന്നെങ്കിൽ വേറെ ആരോ അല്ല, എൻ്റെ അമ്മായിയമ്മയോ അഭിയോ ആയിരിക്കും. അല്ല, മുത്തശ്ശൻ കണ്ടായിരുന്നല്ലോ അഭിക്ക് എന്നോടുള്ള കഴിഞ്ഞ ദിവസം സ്നേഹപ്രകടനം. ആ സ്നേഹപ്രകടനം കണ്ടപ്പോൾ മുതൽ മുത്തശ്ശനും ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സംശയിക്കാതിരുന്നത് മാലയിട്ടല്ലോ, കള്ളം പറയില്ലല്ലോ എന്നൊക്കെ കരുതി തന്നെയാണ്. പക്ഷേ ഈ വിഷം മാറി കുടിച്ചത് വല്യമ്മയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഒരാൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും തന്നെയാണ്. ആ പഴയ സ്നേഹം എൻ്റെ ഭർത്താവ് എന്നോട് കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇത് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടെ ചേർന്ന് എനിക്ക് തരാൻ നോക്കിയ വിഷം അത് അറിയാതെ വല്യമ്മയ്ക്ക് ചെന്നു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പുതിയതായിട്ട് വന്ന മരുമകള്, ആ മരുമകളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെ പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ, തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൂർത്തിയും പറയുക, അല്ലെങ്കിൽ നമ്മൾ തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ആരെ കുറ്റപ്പെടുത്തിയാലും തെളിവ് വേണമല്ലോ.
ഇനിയിപ്പം എന്താണെങ്കിലും നല്ല ജീവൻ തിരിച്ച് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാലോ. ഇനിയിപ്പം നമുക്ക് പതുക്കെ എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം, അത് കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇവിടെയുള്ള ഓരോരുത്തരുടെ ജീവനും ഇങ്ങനെയാണെങ്കിൽ ഭീഷണിയാണല്ലോ. അപ്പൊ പിന്നെ അത് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ ഇത് ഒളിച്ചു മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ നവ്യ കണ്ടു. നവ്യ അങ്ങോട്ട് ചെന്നിട്ട് അല്ല, അമ്മായിയമ്മ ഒന്നും അറിയത്തില്ലാത്ത പോലെ അങ്ങ് മാറി നിൽക്കുമെന്നും വേണ്ട. സത്യം അറിയാമെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. അതെ, ആ രേവതിയുടെ അനാമികയുടെയും കൂടെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ? ആ പാലിൽ വിഷം ചേർത്തത് നിങ്ങൾ 3 പേരും കൂടെ അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അതിന് എനിക്ക് പങ്കില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ആര്? നമ്മുടെ ജലജ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പം എൻ്റെ അമ്മായിയമ്മയ്ക്ക് പങ്കില്ല, അപ്പൊ അമ്മായിയമ്മ പറയുന്നത് അവർക്ക് പങ്കുണ്ടെന്നാണോ? അത് പിന്നെ അതൊന്നും എനിക്കറിയത്തില്ല, എന്തോ അറിയാത്ത മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. അയ്യോ നവ്യെ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അല്ലെങ്കിലും എൻ്റെ മോനിപ്പം നിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ, പിന്നെ എന്തിനാ ഞാൻ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്? ഓ, സ്നേഹത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയുമൊന്നും വേണ്ട. നിങ്ങൾ സ്നേഹത്തിന്റെ കൂടുതൽ കണക്ക് ഇവിടെ ത്രാസിൽ വെച്ച് തൂക്കുവാണെങ്കിലേ അതിന് ഞാൻ തിരിച്ച് പറയേണ്ടി വരും. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അനിയത്തിനെ അമ്മായിയമ്മ ഇനി മുതൽ സ്നേഹിക്കാൻ പോവുക. കാരണം അറിയാലോ, വല്യമ്മയ്ക്ക് ജീവൻ കൊടുത്തത് എൻ്റെ അനിയത്തിയാ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ അനിയത്തിയുടെ അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങും. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്തോ, നിങ്ങൾ മാത്രമാ പിന്നെ എന്നെ വെറുക്കണത്. പിന്നെ അറിയാലോ, എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നിരത്തി കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ സ്ഥാനം ഇവിടെ നിന്ന് വെളിയിലായിരിക്കും. എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇത്രയും പറഞ്ഞ് നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ആകപ്പാടെ പെട്ടു നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ അഭിയോട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഇനിയിപ്പം നമുക്ക് സത്യം തുറന്ന് പറയേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിലാകും. ഇനിയിപ്പം രേവതിയും അനാമിക ഇത് ചെയ്തതെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തലയിൽ നൂരാലോ. ഏതായാലും കേസ് വല്ലോ ആയി മുറുകിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പേര് തന്നെ വിളിച്ചു പറയണമെന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിലായിട്ട് അനാമികയ്ക്ക് വലിയൊരു അബദ്ധവും പറ്റിയിരിക്കുകയാണ്. അനാമിക തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടേ. അനാമിക തിരിച്ച് വീട്ടിലേക്ക് അതായത് നമ്മുടെ അനാമിക ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അനന്തപുരി തറവാട്ടിലേക്കാട്ടോ പോകുന്നത്. അനി പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് ചെല്ലാൻ. ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും അനി പറഞ്ഞല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ രേവതി തന്ത്രപൂർവ്വം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് അനാമികേനെ. ഏതായാലും അനാമിക ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ദേവയാനി റിക്കവറായി നല്ല രീതിയിൽ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ദേവയാനിയുടെ പെർഫോമൻസ്, നമ്മുടെ നയനയെ സ്നേഹിച്ച് തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാല്ലേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നാളെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ നയനയുടെയും ആദർശിന്റെയും വിശേഷമായിട്ട് വരും കേട്ടോ. മറക്കാതെ പറഞ്ഞേ. ടാറ്റാ, ബൈ ബൈ.